ഹൈ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ടോപ്പിക് സോഴ്സ് ഓഫ് ഫോറിൻ കറൻസി എന്നുള്ള ഒരു തിയറി ടോപ്പിക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷനും വരുന്നുണ്ട്. നോക്കാം, നമുക്ക് MCQ ലെവലിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ രാജ്യത്തിലോട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് വരുന്നത് വെച്ചാൽ ഡെപ്റ്റ് റൂട്ടും അതുപോലെ തന്നെ ഇക്വിറ്റി റൂട്ടാണ് വരുന്നത്. അതിൽ ഡെപ്റ്റ് റൂട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടൈപ്പാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. യൂറോ ബോണ്ട് MCQ ചോദിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എന്താണ് യൂറോ ബോണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ യൂറോ ബോണ്ട് ആർ ദ ബോണ്ട് ഡിനോമിനേറ്റഡ് ഇൻ എ കറൻസി അതർ ദാൻ ദാറ്റ് ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ദേ ആർ ഇഷ്യൂഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ USA ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ദെൻ USA കറൻസി ആവരുത്, വേറെ ഏതെങ്കിലും കറൻസി. ഓക്കെ, അതായത് ഇൻ എ കറൻസി അതർ ദാൻ ദാറ്റ് ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ദേ ആർ ഇഷ്യൂഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണോ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ദെൻ ആ ഒരു രാജ്യത്തിന്റെ കറൻസി അല്ലാത്ത മറ്റൊരു കറൻസി. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലത്തെ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, ഒരു യൂറോ ബോണ്ട് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ യൂറോ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന പറയുമ്പോൾ അമേരിക്കയിലല്ലേ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അല്ല അമേരിക്കയിലത്തെ ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ കറൻസി ആവരുത്. അപ്പം ഇന്ത്യൻ റുപ്പിയിലുള്ള ഒരു ബോണ്ട് എവിടെ ഇഷ്യൂ ചെയ്യുക, അമേരിക്കയിൽ ഇഷ്യൂ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലത്തെ ഒരു കമ്പനി എന്ത് ചെയ്യുക, അമേരിക്കയിൽ വന്നിട്ട് ബോണ്ട് ഇഷ്യൂ ചെയ്യുക. പക്ഷെ അവിടുത്തെ ആ ബോണ്ടിന്റെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഏതാവരുത്, US$ ആവരുത്. ഓക്കെ, അത്തരം ബോണ്ടുകൾ വിളിക്കുന്ന പേരാണ് യൂറോ ബോണ്ട്. അപ്പോൾ MCQ വേണ്ടി അതൊന്നും അറിഞ്ഞിരിക്കുക. യൂറോ ബോണ്ട് ആർ ദ ബോണ്ട് ഡിനോമിനേറ്റഡ് ഇൻ എ കറൻസി അതർ ദാൻ ദാറ്റ് ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ദേ ആർ issued. ഓക്കെ, അപ്പോൾ എ ബോണ്ട് ഡിനോമിനേറ്റഡ് ഇൻ ജാപ്പനീസ് yen ആൻഡ് ഇഷ്യൂഡ് ഇൻ ദ UK. അപ്പോൾ UK ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ UKയുടെ കറൻസി എന്താണ്, UK ഇഷ്യൂ ചെയ്യുന്ന രാജ്യം UK അല്ല, അവിടുത്തെ കറൻസി പൗണ്ട് അല്ലേ. പൗണ്ട് അല്ലാത്ത മറ്റൊരു, ഫോർ എക്സാമ്പിൾ ജാപ്പനീസ് yen. അതുപോലെ തന്നെ ബോണ്ട് ഡിനോമിനേറ്റഡ് ഇൻ US$ ഇഷ്യൂഡ് ഇൻ ഫ്രാൻസ്. ഓക്കെ, US$ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോണ്ട് എന്താണ് ഇഷ്യൂ ചെയ്തത് ഫ്രാൻസിലാണ്. അപ്പോൾ ഫ്രാൻസിന്റെ കറൻസി യൂറോ ആണ്. അപ്പോൾ നമ്മൾ ഫ്രാൻസിൽ ഇഷ്യൂ ചെയ്യുന്ന യൂറോ അല്ലാത്ത ഏതെങ്കിലും ഒരു കറൻസി, ഫോർ എക്സാമ്പിൾ US$. ഓക്കെ, അപ്പോൾ ഇത്തരം ബോണ്ടുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ യൂറോ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇനിയും യൂറോ ബോണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് റേറ്റ് ബോണ്ടുകളും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് റേറ്റ്. നമുക്കറിയാം ഫിക്സഡ് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഫ്ലോട്ടിങ്ങിൻ്റെ ഒക്കെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കാം. FRL ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ടുകളിൽ 3 ടൈപ്പ്. ഒന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പ് FR എന്ന് പറയുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നോക്കാം, ഇൻവെസ്റ്റേഴ്സ് അത് ഓപ്ഷൻ ടു കൺവേർട്ട് ദ പേപ്പർ ഇൻ ടു ഫ്ലാറ്റ്. അതായത് ഫ്ലോട്ടിംഗ് റേറ്റിനെ എന്തിലോട്ട് മാറ്റാൻ, ഫിക്സറിലോട്ട് മാറ്റാനുള്ള ഒരു കഴിയുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് FR എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ. ഇനി മിസ്മാച്ച് FR എന്ന് പറയുമ്പോൾ സെമി ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരിക്കും. ഒരു മന്ത്ലി ഇൻട്രസ്റ്റ് ആയിരിക്കും അതിൽ കോട്ട് ചെയ്യുക. നോക്കുക, ഈവൻ ദോ ദ ആക്ച്വൽ റേറ്റ് ഈസ് ഫിക്സഡ് മന്ത്ലി ആണെങ്കിലും അതിൻ്റെ പേ ഔട്ട് വരുന്നത് ഹാഫ് ഇയർലി സെമി ആനുവൽ പേയ്മെന്റ് ആണ് വരുന്നത്. അതാണ് നമ്മളുടെ മിസ്മാച്ച് FR എന്ന് പറയുന്നത്. ഇനി മിനിമാക്സ് FR എന്ന് പറയുമ്പോൾ മിനിമാക്സിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റും ഉള്ള കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് വരുന്ന ബോണ്ടുകൾ വിളിക്കുന്നവര് മിനിമാക്സ് FR എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോഡ്ലി 2 ടൈപ്പ്, ഫിക്സഡും ഫ്ലോട്ടിങ്ങും. ഫ്ലോട്ടിങ്ങിന്റെ അകത്ത് 3 എണ്ണം. ഓക്കെ, അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, then അടുത്തത് ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. MCQ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. ഫോറിൻ ബോണ്ടുകൾ ഏതൊക്കെയാണെന്ന്. ഫോറിൻ ബോണ്ടിൽ നമുക്ക് യാങ്കി ബോണ്ട്, സാമുറായി ബോണ്ട്, അതുപോലെ തന്നെ ബുൾഡോഗ് ബോണ്ട്, ഷിബോസ്, അങ്ങനെ 4 ബോണ്ടുകളാണ് വരുന്നത്. ഓരോന്നും എന്താണെന്നത് വൺ ലൈൻ എന്ത് ചെയ്യുക, ഒറ്റ ലൈനിലൊന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് പോയിന്റ് നോക്കുക, യാങ്കി ബോണ്ട്. യാങ്കി ബോണ്ടിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ US$ ഡിനോമിനേറ്റഡ് ബോണ്ടാണ് ഇഷ്യൂഡ് ബൈ ഫോറിൻ ബോറോവേഴ്സ്. ഫോർ എക്സാമ്പിൾ US സംബന്ധിച്ചിടത്തോളം ഫോറിൻ ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യ, റിയൽ മാർക്കറ്റിൽ ഇന്ത്യയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട്, യാങ്കി ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യാങ്കി ബോണ്ടിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ US$ അത് ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, അമേരിക്കയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് യൂറോ ബോണ്ട് അല്ല. ശ്രദ്ധിക്കുക, യൂറോ ബോണ്ട് ആണെങ്കിൽ അമേരിക്കയിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഏത് കറൻസിയിലാവരുത്, അമേരിക്കയുടെ കറൻസി ആവരുത്. മനസ്സിലായില്ലേ? അമേരിക്കയുടെ കറൻസി അല്ലാത്തതിൽ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അത് യൂറോ ബോണ്ട് ആവുന്നത്. ഇവിടെ നമ്മൾ അമേരിക്കയിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് അത് അമേരിക്കൻ കറൻസി ആയിട്ടുള്ള US$ ഇഷ്യൂ ചെയ്യുന്നത്. ഡിനോമിനേഷൻ US$ അമേരിക്കയിലാണ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ആരല്ല, അമേരിക്കക്കാരനല്ല, നോൺ US കമ്പനി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം, ദീസ് US denominated issues ബൈ എ ഫോറിൻ ബോറോവേഴ്സ്. ഫോറിൻ ഗവൺമെന്റോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനികളൊക്കെയാണ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അത്തരം ബോണ്ടുകൾ വിളിക്കുന്നതാണ് യാങ്കി ബോണ്ട്. പഠിക്കേണ്ടത് യാങ്കി ബോണ്ട് US$ ഡിനോമിനേറ്റഡ് ആണ്, US ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ ഫോറിൻ ബോറോവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഫോറിൻ ആയിരിക്കും, അതർ ദാൻ US ആയിരിക്കും. ഓക്കെ, ഇനി സാമുറായി ബോണ്ടിന്റെ പ്രത്യേകത ഇതേപോലെ തന്നെ നോൺ ജാപ്പനീസ് കമ്പനികൾ ജപ്പാനിൽ വന്നിട്ട് ഇഷ്യൂ ചെയ്യുന്ന യെന്നിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് സാമുറായി ബോണ്ട് എന്ന് പറയുന്നത്. നോക്കാം, ദീസ് ബോണ്ട് ആർ ഇഷ്യൂഡ് ബൈ നോൺ ജാപ്പനീസ് ബോറോവേഴ്സ്. എവിടെ, ഡൊമസ്റ്റിക് ജാപ്പനീസ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പം നോൺ ജാപ്പൻ, ഇപ്പോൾ ഇന്ത്യയിലത്തെ ഒരു കമ്പനി പോയിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ റിലയൻസ് പോയിട്ട് എന്ത് ചെയ്യാണ്, ജപ്പാനിൽ പോയിട്ട്
ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. ജാപ്പനീസ് യെന്നിലുള്ള ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. അതിനെ വിളിക്കുന്നത് സാമുറായി ബോണ്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്തത് ബുൾഡോഗ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ UK-ലാണെങ്കിൽ ഓക്കെ, അപ്പോൾ UK-ൽ ദറ്റ് ഈസ് സ്റ്റെർലിംഗ് മീൻസ് പൗണ്ടിൽ ഡിനോമിനേറ്റഡ് ദെൻ വിച്ച് ആർ റേസ്ഡ് ഇൻ ദ UK. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പഠിച്ചപ്പോൾ യാങ്കി ബോണ്ട് US ഡോളറിൽ, ഓക്കെ, US ഡോളറിൽ US-ൽ, സാമുറായി ജാപ്പനീസ് യെനിൽ ജപ്പാനിൽ. ഓക്കെ, ഇതെല്ലാം അവിടുത്തെ കമ്പനികളല്ല, വേറൊരു രാജ്യത്തെ കമ്പനി വന്നിട്ട് ആ രാജ്യത്തെ ഇഷ്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ബുൾഡോഗ് ബോണ്ട് എന്ന് പറയുമ്പോൾ ബുൾഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെർലിംഗ് പൗണ്ട് ഡിനോമിനേറ്റ് ആണ്. ഇത് മൂന്നും ആദ്യം അറിഞ്ഞിരിക്കുക. നാലാമത്തെ നോക്കുക ഷിബോസായി ബോണ്ട്. അഗെയിൻ ജാപ്പനീസിയൻ തന്നെയാണ്, പക്ഷെ അവിടെ ഒരു വേർഡ് ഉണ്ട് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഓക്കെ, സോ ജപ്പാൻ മാർക്കറ്റിലെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് രീതിയിൽ നമ്മൾ യെന്നിലുള്ള ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ വിളിക്കുന്നതിനാണ് നമ്മുടെ ഷിബോസായി ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷിബോസായി ബോണ്ട് നോക്കുക, ദീസ് ആർ ദ പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ബോണ്ട് ഇഷ്യൂഡ് ഇൻ ദ ജാപ്പനീസ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത് MCQ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. സോ യാങ്കി, സാമുറായി, ബുൾഡോഗ്, ഷിബോസായി, ഇത് നാലും എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് ഉണ്ട്. പേരിൽ പറഞ്ഞു, ആ പേരിൽ തന്നെ ഫോറിൻ കറൻസി ബോണ്ടുകളാണ്. ഓക്കെ, നോക്കാം. സോ ബോണ്ട് ആർ ഇഷ്യൂഡ് ഇൻ ദ കറൻസി ഫോറിൻ ടു ദ ഇൻവെസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് ഇപ്പം ഇന്ത്യയിലൊരു കമ്പനി വന്നിട്ട് എന്തിനാണ് അമേരിക്കയിലുള്ളൊരു കമ്പനി വന്നിട്ട് ഇന്ത്യയിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യണം. ഇന്ത്യയിൽ ഇൻവെസ്റ്റേഴ്സ് ആ ബോണ്ട് വാങ്ങിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബോണ്ടിന്റെ പ്രൈസ് വരുന്നത് US ഡോളറിലാണെങ്കിൽ അത് ഫോറിൻ കറൻസിയാണ്. അല്ല, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം US ഡോളർ ഫോറിൻ കറൻസിയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഒരു കമ്പനി പോയിട്ട് അമേരിക്കയിൽ എന്ത് ചെയ്യണം, INR ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അമേരിക്കയിലത്തെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഫോറിൻ കറൻസിയാണ്. അപ്പോൾ അത്തരം ബോണ്ടുകൾ വിളിക്കുന്നത് ഫോറിൻ കറൻസി ബോണ്ട്. പക്ഷേ പ്രത്യേകത ദേ ആർ കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ആണെങ്കിൽ. ഓക്കെ, ദേ ആർ കൺവേർട്ടബിൾ ഇൻ ടു സോ ദേ ഹാവ് ദ ഓപ്ഷൻ ടു കൺവേർട്ട് ഇൻ ടു സ്റ്റോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള തിയറി ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് FCCB. ഓക്കെ, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഒന്ന്, കമ്പനി പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൂപ്പൺ റേറ്റ് ബാങ്ക് ലോണേക്കാൾ കുറവായിരിക്കും. കാരണം ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് 12-13% ബാങ്കിന് ഇൻട്രസ്റ്റ് വരും. നേരെ മറിച്ച് നമ്മൾ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് ആണെങ്കിൽ കൂപ്പൺ റേറ്റ് വിൽ ബി ലോവർ ദാൻ ട്രഡീഷണൽ ബാങ്ക്. ഇനി അടുത്തത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനികൾക്ക് എന്താക്കി മാറ്റാം, ഇക്വിറ്റി ക്യാപിറ്റൽ. സോ ഒരു ലൈബിലിറ്റി എന്നുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്ന ലൈബിലിറ്റിനെ നമുക്ക് എന്താക്കി മാറ്റാം, ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം. ഇനി സപ്പോസ് നമുക്കൊരു ഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് വരികയാണെങ്കിൽ, ഓക്കെ, ഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ കമ്പനി പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് എന്ത് ചെയ്യണം, ബോണ്ട് ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് അവർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യൻ കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ആ കോസ്റ്റ് ഒന്നുകൂടെ കുറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ അത്രയും എന്ത് ചെയ്യണ്ട പ്രൈസിൽ അല്ലേ, നമുക്കൊരു ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്രീസിയേഷൻ നമ്മൾ ഒരുപാട് പഠിച്ചവരാണ്. അപ്പോൾ ഫോറിൻ കറൻസി നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ, ഓക്കെ, നമുക്കൊരു ലൈബിലിറ്റി ഉള്ള ആൾ ആഗ്രഹിക്കുന്നത് പരമാവധി ലൈബിലിറ്റിയുടെ വാല്യൂ കുറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ലൈബിലിറ്റിയുടെ വാല്യൂ കുറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് കോസ്റ്റിന് എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. എന്നാണ് പറയുന്നത് ഇഫ് ദർ ഇസ് എ ഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ദർ വിൽ ബി റിഡക്ഷൻ ഓഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ ഒരു റിഡക്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ ആംഗിൾ നോക്കാം, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്. ഇൻവെസ്റ്റേഴ്സ് നമുക്കറിയാം ബോണ്ടാണ്, ബോണ്ട് എന്ത് പ്രൊവൈഡ് ചെയ്യും, ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ സോ ഇത് കൺവേർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കമ്പനിയുടെ ഷെയറിൽ വലിയൊരു അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബോണ്ട് തിരിച്ച് എന്താക്കി മാറ്റുമ്പോൾ, ഷെയർ ആക്കി മാറ്റുമ്പോൾ ആ ഒരു പ്രൈസ് അപ്രീസിയേഷൻ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെഗുലർ ആയിട്ടുള്ള ഫിക്സഡ് റിട്ടേൺ എന്ത് ചെയ്യാം, എടുക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഷെയർ ആക്കി മാറ്റാം. അപ്പോൾ ഇത് ബെനിഫിറ്റ്സ് ആദ്യത്തെ 3 പോയിന്റ് കമ്പനി പോയിന്റ് ഓഫ് വ്യൂലും പിന്നത്തെ 3 പോയിന്റ് ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഒന്ന്, ഇതൊരു ബോണ്ട് ട്രേഡബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ പൊതുവെ എന്ത് ചെയ്യും, ഈ ബോണ്ടിന്റെ ഡിമാൻഡും അത്യാവശ്യം കുറയും. ഓക്കെ, അതുപോലെ തന്നെ ഓണർഷിപ്പ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ബോണ്ട് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈല്യൂഷൻ ഓഫ് ഓണർഷിപ്പ് അല്ലെ, കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓണർഷിപ്പിൽ ഡൈല്യൂഷൻ ഉണ്ടായിരിക്കും. ദെൻ ഇഫ് ദർ ഇസ് അൺഫേവറബിൾ, നേരത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് നമ്മൾ ഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ തിരിച്ചു സംഭവിക്കില്ല, അൺഫേവറബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ദർ വിൽ ബി ഹൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് മാറും. ഇനി ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലുള്ള ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ ഇത് ബോണ്ടാണ്. സോ കമ്പനിയിൽ നിന്ന് എന്തുണ്ടായിരിക്കാം, ക്രെഡിറ്റ് റിസ്ക് ഉള്ള ഡിഫോൾട്ട് റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് സമയത്തിന് ഇൻട്രസ്റ്റും പ്രിൻസിപ്പലൊക്കെ റീപേയ്മെന്റ് കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ബോണ്ട് ഹോൾഡേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ ദ കൺവേർഷൻ റേറ്റ്. അതായത് കമ്പനിയാണ് എന്ത് തീരുമാനിക്കുക, കൺവേർഷൻ റേറ്റും പ്രൈസും. നമ്മൾ മറ്റേ കൺവേർട്ടബിൾ ബോണ്ടിന്റെ ഇതൊക്കെ ബോണ്ട് വാല്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്, കൺവേർഷൻ പാരിറ്റി, പ്രൈസും നമ്പർ ഓഫ് ഷെയർസും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കമ്പനിയുടെ കയ്യിലാണ്. ഒരിക്കലും ഇൻവെസ്റ്റേഴ്സിന് ബോണ്ട് ഹോൾഡേഴ്സിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ,
അപ്പോൾ അത്ര അറിഞ്ഞിരിക്കുക. അടുത്ത സിൻഡിക്കേറ്റഡ് ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് സിൻഡിക്കേറ്റഡ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബാങ്ക് ഒരാൾക്ക് ലോൺ കൊടുക്കുന്നതിന് പകരം ഒരു ഹ്യൂജ് എമൗണ്ട് ഒറ്റ ബാങ്ക് സിംഗിൾ ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ബാങ്ക് വഴി എന്ത് ചെയ്യണം, ലോൺ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലീഡ് ബാങ്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് 500 കോടി ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 500 കോടി മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, 500 കോടി മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ബാങ്ക് കൊടുക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബാങ്ക് ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 500 crores കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു കമ്പനി 300 crore എടുക്കുകയാണ്. ബാക്കി 4 ബാങ്കുകൾ, ഒരു ബാങ്ക് 300 കോടി എടുക്കുകയാണ്, ബാക്കി 4 ബാങ്കുകൾ 50 കോടി വെച്ച് കൊടുക്കാൻ, ടോട്ടൽ 500 കോടി എന്നാണ് ലോൺ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു 300 കോടി കൊടുക്കുന്ന മെയിൻ ബാങ്ക്, അതിനെ വിളിക്കുന്നവർ ലീഡ് ബാങ്ക്. ബാക്കിയുള്ളവർ അതിൻ്റെ പാർട്ടിസിപ്പൻസ്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഫിനാൻസ് ചെയ്യുന്നത്. നമ്മൾ ഇൻഷുറൻസിൽ റീ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്ന പോലെ മൊത്തം എമൗണ്ട് ഒരു കമ്പനി എടുക്കാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഈ കമ്പനിയുടെ ഡാറ്റ എല്ലാ കമ്പനിയിലും എല്ലാ ബാങ്കിലും എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ബോറോ ചെയ്യുന്ന കമ്പനി ഏതാണോ അവരുടെ ഡാറ്റ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ ബാങ്കുകൾക്കും അറിയാൻ പറ്റും. മാത്രമല്ല ലോണിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബാങ്കിൽ നിന്ന് എന്ത് കിട്ടില്ല, ലോൺ കിട്ടില്ല. അപ്പോൾ തിരിച്ചടവൊക്കെ കുറച്ചുകൂടെ കറക്റ്റൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ തന്നെ 2 ടൈപ്പ് അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അത് MCQ ചോദിക്കാം, ഒന്ന് ക്ലബ്ബ് ലോണ്, ഒന്ന് സിൻഡിക്കേറ്റഡ്. സോ സിൻഡിക്കേറ്റഡ് ക്രെഡിറ്റ് തന്നെ സിൻഡിക്കേറ്റഡ്. അപ്പോൾ ക്ലബ്ബ് ലോണിന്റെ ചെറിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ക്ലബിന് കുറച്ചും കൂടി ഒരു പ്രൈവറ്റ് ആയിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ സിൻഡിക്കേറ്റഡ് ക്രെഡിറ്റിൽ ഡാറ്റാസ് ഒക്കെ എന്തെങ്കിലും പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ പബ്ലിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത് പറയുന്നത്, സിൻഡിക്കേറ്റഡ് ക്രെഡിറ്റ് നോർമലി. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ ഒരു 3-4 ബാങ്ക് മാത്രം ഒരു പ്രൈവറ്റ് ആയിട്ട്, അതായത് വേറെ ഡാറ്റ പുറത്തു വിടാതെ പബ്ലിക്കലി അവൈലബിൾ ആക്കാതെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിൻഡിക്കേറ്റഡ് ലോണിനെ വിളിക്കുന്ന പേരാണ് ക്ലബ്ബ് ലോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ MCQ ചോദിക്കും ഡാഷ് ടൈപ്പ് ഓഫ് എന്താ പറയുക, അല്ലെങ്കിൽ ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് അറേഞ്ച്മെന്റ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നോക്കാം, ക്ലബ്ബ് ലോൺ ഈസ് എ പ്രൈവറ്റ് അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ സിൻഡിക്കേറ്റഡ് ക്രെഡിറ്റ് തന്നെ ക്ലബ്ബ് ലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ പ്രൈവറ്റ് അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ മോർ പബ്ലിക് ആയിട്ടുള്ളതാണ് എന്ത്, സിൻഡിക്കേറ്റഡ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ക്ലബ്ബ് ലോണിന്റെ പ്രത്യേകത അവിടെ ഡാറ്റാസ് എന്തെയില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഇതിൻ്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊന്നും പബ്ലിസൈസ് ചെയ്യില്ല, ജനറൽ പബ്ലിക്കിന് അല്ലെങ്കിൽ നമ്മൾ പുറത്തു വിടുന്നില്ല. കുറച്ചുകൂടെ സീക്രട്ട് ആയിട്ടായിരിക്കും ഇൻഫോർമേഷൻസ് ഉണ്ടാവുക. പ്രൈവറ്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും ക്ലബ്ബ് ലോണിൽ വരുന്നത്. നേരെ മറിച്ച് സിൻഡിക്കേറ്റഡ് ലോണിൽ കുറച്ചും കൂടെ പബ്ലിക്കലി ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. അടുത്ത യൂറോ നോട്ടുകൾ. സോ യൂറോ നോട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ്, നമ്മൾ ഡിബഞ്ചർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ കമ്പനികൾ ഡെപ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ, CP. സോ കൊമേഴ്ഷ്യൽ പേപ്പർ എന്നത് ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. നോർമലി അത് മാക്സിമം ഒരു 1 year വരെയൊക്കെയാണ്, പക്ഷേ നോർമലി 3 months 6 months അങ്ങനെയൊക്കെയാണ് വരും അല്ലേ. സോ മോസ്റ്റ്ലി 3 to 6 months ഒക്കെയാണ്, മാക്സിമം ഒരു 1 year വരെയൊക്കെ എന്ത് ചെയ്യാൻ പോകുക. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. അതിനെ കുറിച്ച് നോട്ട് ഇഷ്യൂൻസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിങ് കമ്പനി അണ്ടർ റൈറ്റർ ആയിട്ട് നിർത്തിക്കൊണ്ട്, ബാങ്കിങ് കമ്പനി അണ്ടർ റൈറ്റർ ആയിട്ട് നിർത്തിക്കൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഷോർട്ട് ടൈം ഫണ്ട് ഇങ്ങനെ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇഷ്യൂ ചെയ്യും. അതൊരു ബാങ്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിനെ സെറ്റ് ചെയ്ത് വെക്കും. ആ ബാങ്ക് ത്രൂ ആണ് എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് ബോണ്ട് ഇഷ്യൂ ചെയ്യുക. ദെൻ ജനങ്ങൾ അത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അതാര് വാങ്ങിക്കും, ബാക്കിയുള്ള അൺസോൾഡ് ആയിട്ടുള്ള ബോണ്ടുകൾ ആര് വാങ്ങിക്കും, ബാങ്കിങ് കമ്പനി എന്ത് ചെയ്യും, വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ബോറോവർക്ക് ഓൾവേസ് ആ ഒരു ക്യാപിറ്റൽ ഉറപ്പ് വരുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊരു ഒരു ഷോർട്ട് ടൈം ആണ്, മാക്സിമം ഒരു 1 year വരെയൊക്കെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിനെ വിളിക്കുന്നവരാണ് നോട്ട് ഇഷ്യൂൻസ് ഫെസിലിറ്റി എന്ന് വിളിക്കുന്ന. നോക്കാം, NIF is a medium term legally binding commitment under which a borrower can issue short term paper up to 1 year. അപ്പോൾ ഒരു 1 year വരെ ഉള്ളത്. ഇവിടെ ഒരു ലീഡ് മാനേജർ എന്നുള്ള ആ ഒരു ബാങ്കിങ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർ റൈറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് അറിഞ്ഞിരിക്കാം. ഇനി മൂന്നാമത്തെ മീഡിയം ടൈം നോട്ട്സ്. മീഡിയം ടൈം നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ 1 year. പേരിൽ തന്നെ മീഡിയം ടൈം അല്ല, അപ്പോൾ മോർ ദാൻ 1 year ആയിട്ടുള്ള ഇതുപോലത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് പോലെയുള്ള ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റുകളെ വിളിക്കുന്ന, ബോണ്ടുകളെ വിളിക്കുന്ന പേരാണ് മീഡിയം ടൈം നോട്ട്സ് എന്ന് വിളിക്കുന്നത്. അതിന് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും. നോർമലി മോർ ദാൻ 1 year to 5 year വരെയൊക്കെ ആയിരിക്കും. ഇനി അടുത്തത് യൂറോ ബോണ്ട് വിത്ത് ഇക്വിറ്റി വാറണ്ട്. ഇവിടേക്ക് യൂറോ കൺവേർട്ടബിൾ ബോണ്ട്. സോ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ്. യൂറോ കൺവേർട്ടബിൾ ബോണ്ട്, ഇക്വിറ്റി വാറണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂറോ ബോണ്ട് വിത്ത് ഇക്വിറ്റി വാറണ്ട് വെച്ചാൽ അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് ഇക്വിറ്റിയിലോട്ട് ബോണ്ട് വാങ്ങിക്കുന്ന ഒരാൾക്ക് ആ കമ്പനിയുടെ തന്നെ ഇക്വിറ്റി ഷെയർ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ വാങ്ങാനുള്ള റേറ്റ് ഉണ്ടാവും. ആ റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാറണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി യൂറോ കൺവേർട്ടബിൾ ബോണ്ട് നോക്കാം. യൂറോ കൺവേർട്ടബിൾ ബോണ്ട് ആണ് അഗെയിൻ എന്താ പറയുക, കോസ്റ്റ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഡെപ്പോസിറ്റ് ഓർ ലോക്കൽ ഷെയർസും അറ്റ് ഫിക്സഡ് പ്രൈസ് ആഫ്റ്റർ ദ മിനിമം ലോക്ക് ഇൻ പീരീഡ്. ഫസ്റ്റ് അതൊരു ഡെപ്റ്റ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ 3 വർഷത്തേക്കോ അങ്ങനെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടായിരിക്കും. ആ ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ഡെപ്റ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം,
ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് യൂറോ കൺവേർട്ടബിൾ എന്ന് വിളിക്കുന്നത്, ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൽ ചില MCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് 2 കാര്യങ്ങളാണ്. കോൾ ഓപ്ഷനും ഉണ്ട്, പുട്ട് ഓപ്ഷനും ഉണ്ട്. ഓക്കെ, എന്താണ് കോൾ ഓപ്ഷൻ, എന്താണ് പുട്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ ബോണ്ട് ടോപ്പിക്കിൽ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി, ആ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് മെച്യൂരിറ്റി പീരീഡിന് മുമ്പായിട്ട് റിഡീം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൾ ഓപ്ഷൻ. പഠിച്ചിട്ടുള്ള ബോണ്ട് വാല്യൂഷനിൽ. അപ്പോൾ ഏതാണോ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി, ആ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് 5 വർഷത്തെ മെച്യൂരിറ്റിയാണ് പറഞ്ഞതെങ്കിൽ 5 വർഷത്തിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് റിഡംഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് ബൈബാക്ക് എന്ന് പറയുന്ന പോലെ നമുക്ക് തിരിച്ച് വാങ്ങിച്ച ആ പൈസ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്തരം ബോണ്ടുകൾ വിളിക്കുന്ന പേര് കോളബിൾ ബോണ്ട്. അതാണ് കോൾ ഓപ്ഷൻ ഇൻ കേസ് ഓഫ് എ ബോണ്ട്. തിരിച്ച് പുട്ട് ഓപ്ഷൻ, ബോണ്ട് എന്നുള്ള ടോപ്പിക്കിലെ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സിനല്ലോ, ബോണ്ട് വാങ്ങിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, അപ്പോൾ അവർക്ക് ആ മെച്യൂരിറ്റി ടൈം എത്തുന്നേക്കാൾ മുമ്പ് തിരിച്ച് ആ ബോണ്ട് അങ്ങോട്ട് സെല് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിന് തിരിച്ച് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, സോ ബിഫോർ മെച്യൂരിറ്റി അതിന് വിളിക്കുന്നത് പുട്ട് ഓപ്ഷൻ. അപ്പോൾ രണ്ടും ബിഫോർ മെച്യൂരിറ്റിയാണ്. സോ ഇഷ്യൂവർ എന്താ പറയുക, റിഡംഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ കോൾ എന്ന് വിളിക്കും. ഇൻവെസ്റ്റർ റിഡംഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പുട്ട് ഓപ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇതിൽ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഈ ECB, ദറ്റ് ഈസ് നമ്മുടെ യൂറോ കൺവേർട്ടബിൾ ബോണ്ട് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ, ഇപ്പോൾ ഈവൻ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ എടുത്തിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു കമ്പനിക്ക് മാക്സിമം ഓക്കെ എത്ര മില്യൺ USD ആണെന്നൊക്കെ ഉള്ളതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അതിൽ 500 മില്യൺ അങ്ങനെയൊക്കെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നോക്കാം. ഇനി അടുത്തത് ECB ഏതൊക്കെ കാര്യങ്ങൾക്ക്, വാട്ട് ആർ ദ പ്രൊസീഡ്സ്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക, ഏതൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നുള്ളത് നോക്കാം. ഒന്ന്, അത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ പേയ്മെൻറ്റ് അടക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനോടുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ കറൻസി ഡെപ്റ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റിട്ടയർ ചെയ്യാൻ മീൻസ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ജോയിന്റ് വെഞ്ചർ എബ്രോഡ്, ഓക്കെ, അതിൻ്റെ ക്യാപിറ്റലൈസ് ചെയ്യാൻ, അക്വിസിഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം. ഇനി അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, പക്ഷേ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഉപയോഗിക്കുന്ന എമൗണ്ട് 25% കൂടാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ആണ്, മാക്സിമം 25%. ഓക്കെ, അപ്പോൾ ഈ യൂറോ കൺവേർട്ടബിൾ ബോണ്ട് നമുക്ക് അതിൻ്റെ പ്രൊസീഡ്സ് അത് ഇഷ്യൂ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ പൈസ നമുക്ക് ഉപയോഗിക്കുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെ കാര്യങ്ങൾക്കാണെന്ന് വെച്ചാൽ ഒന്ന് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫോറിൻ കറൻസി ഡെപ്റ്റ് റീപേ ചെയ്യാൻ ഉപയോഗിക്കാം, അതുപോലെ ജോയിന്റ് വെഞ്ചർ അബ്രോഡ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനുള്ള ഫണ്ടായിട്ട് ഉപയോഗിക്കാം, പക്ഷേ മാക്സിമം 25%, റെസ്ട്രിക്റ്റഡ് ആണ് 25%. ഓക്കെ, ഇനിയും യൂറോ കൺവേർട്ടബിൾ സീറോ ബോണ്ട്, again നിങ്ങൾക്കറിയാം ബോണ്ട് വാല്യൂഷൻ അല്ലെങ്കിൽ ബോണ്ടിൻ്റെ അകത്ത് സീറോ എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്, നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ അല്ലേ. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇൻട്രസ്റ്റ് പേയബിൾ അല്ല, അത്തരം ബോണ്ടുകൾ വിളിക്കുന്ന പേരാണ് സീറോ എന്നുള്ള പേരിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഡെപ്റ്റ് റൂട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ ഒരു യാങ്കി ബോണ്ട്, അതുപോലെ തന്നെ നമ്മളെ സാമുറായി, ദെൻ ബുൾഡോഗ്, ഷിബോസായി, ഇങ്ങനെയുള്ള ബോണ്ടുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ യൂറോ ബോണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, MCQയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാക്സിമം അതേ ചോദിക്കുള്ളൂ. ഓക്കെ.